അവിടെ മുതൽ അങ്ങോട്ട് കാണുന്നത് പുഞ്ചയാണ്. ഇന്ന് ഇലക്ട്രിക് വീൽചെയറൊന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ സ്കൂളിലെന്നും വരായിരുന്നു. ഹായ് ഗായ്സ്, എല്ലാവർക്കും അക്ഷയസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വൈകിട്ട് വീൽചെയറെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. നല്ലൊരു മഴ പെയ്തിട്ട് ഇപ്പം തോന്നുന്നതേ ഉള്ളൂ. പെട്ടെന്നാണ് ഒരു മഴ പെയ്തത്. കുറച്ച് മുമ്പായിരുന്നു നല്ല വെയിലായിരുന്നു. പെട്ടെന്നൊരു മഴ പെയ്തിട്ട് തോന്നുന്നു. ഞാൻ എന്നും വൈകുന്നേരം വീൽചെയറിൽ വീടിന് പുറത്തിറങ്ങും. ഒത്തിരി ദൂരോട്ടൊന്നും തന്നെ പോകത്തില്ല, വീടിനടുത്തൊക്കെയാണ് പോകുന്നത്. ദൂരോട്ട് പോകണമെങ്കിൽ ആരെങ്കിലും കൂടെ വരണം. അപ്പോൾ ആരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കുറച്ച് തിരക്കുള്ള റോഡിലോട്ടാണ് ഇന്ന് ഞാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം. കുറച്ചുകൂടി തിരക്കുള്ള റോഡിലോട്ട് കയറാൻ പോവാണ്. ഇവിടം വരെ ഞാൻ തന്നെ എന്നും വരും. വീൽചെയർ തന്നെ ഇവിടം വരെ വരും. ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകത്തില്ല. ഇവിടെ ഒരു സർവീസ് സ്റ്റേഷൻ ഉണ്ട്. ഇതിന് അപ്പുറത്തോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡിൽ ഭയങ്കര തിരക്കുള്ള റോഡാണ്. അപ്പുറത്തോട്ട് കുറച്ച് നേരം ഇവിടെ നിൽക്കേണ്ടി വരും. ആ കാണുന്നത് പത്തിയൂർ ക്രിസ്ത്യൻ പള്ളിയാണ്. ഇത് പത്തിയൂരിൽ നിന്ന് ഭഗവതിപ്പടി വരെയുള്ള റോഡാണ്. ഇവിടെ മുതൽ അങ്ങോട്ട് കുറച്ച് നാൾക്ക് മുമ്പ് വരെ പൊട്ടിപ്പൊളിയും കിടക്കുമായിരുന്നു. ഇതിലേക്കൂടെ ഒന്നും നല്ലോണം പോകാൻ പറ്റുമായിരുന്നില്ല. ഇത് പുതിയ പാലം പണിയുന്നതുകൊണ്ട് ഈ സ്ഥലമൊക്കെ ടാർ ചെയ്തിട്ടിരിക്കുമായിരുന്നു. ഇതാണ് പത്തിയൂർ പാലം. ഇടുങ്ങിയ പാലമാണിത്. കുറച്ച് പഴയ പാലമാണ്. ഇത് പൊളിച്ചിട്ട് പുതിയത് പണിയാനാണ്. വീതി കുറവായതുകൊണ്ട് ഇതിലേക്കൂടെ പോകാൻ ബുദ്ധിമുട്ടാണ്. ഇതാണ് പത്തിയൂരിൽ കൂടി ഒഴുകുന്ന കരിപ്പുഴ തോട്. തോട് നിറഞ്ഞൊഴുകുകയാണ്. ഈ കാണുന്നത് പത്തിയൂർ ജുമാ മസ്ജിദ് ആണ്. തോട്ടിൽ നല്ലൊഴുക്കുണ്ട്. അവിടെ മുതൽ അങ്ങോട്ട് കാണുന്നത് പുഞ്ചയാണ്. വലിയ പുഞ്ചയാണ്. തോട്ടിൽ നല്ല വെള്ളമുണ്ട്, നിറഞ്ഞൊഴുകുകയാണ്. പാലത്തിന് താഴത്തിറങ്ങുകയാണ്. പാലം ഇറങ്ങി ചെല്ലുമ്പോൾ നേരെ കാണുന്നത് പത്തിയൂർ അമ്പലമാണ്. പത്തിയൂർ അമ്പലത്തിന് മുമ്പിലെത്തി. ഈ കാണുന്നതാണ് പത്തിയൂർ അമ്പലം. ഇത് വായനശാലയാണ്. ഇതാണ് പത്തിയൂർ സ്കൂള്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ ഇവിടെയാണ് പഠിച്ചത്. ഇന്ന് ഞാൻ സ്കൂളിലൊന്നും വരത്തില്ലായിരുന്നു, വീട്ടിൽ ഇരുന്ന് പഠിക്കുമായിരുന്നു. വീട്ടിൽ ഇരുന്ന് പഠിച്ചിട്ട്
സ്കൂളിൽ വന്നിട്ട് പരീക്ഷ എഴുതും. ഇന്ന് ഇലക്ട്രിക് വീൽചെയറൊന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ സ്കൂളിലെന്നും വരായിരുന്നു. ഈ കാണുന്നത് പത്തിയൂർ പഞ്ചായത്ത് ഓഫീസാണ്. ഇവിടുന്ന് നേരെ മുമ്പോട്ട് പോകുമ്പോൾ ജംഗ്ഷനാണ് അവിടെ. അപ്പം ഞാൻ തിരിച്ച് ഗ്രൗണ്ടിലോട്ട് പോവാണ്. ഇതാണ് പത്തിയൂർ ഗ്രൗണ്ട്. ഇനിയും തിരിച്ച് പോവാണ്, തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. റോഡിൽ നല്ല തിരക്കായതുകൊണ്ട് എപ്പോഴും ഈ റോഡിലോട്ട് കയറുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് നേരം കാത്തു നിൽക്കേണ്ടി വരും. ഇപ്പോൾ വീണ്ടും മഴ വരുന്നുണ്ട്. മഴക്കോള് ദൂരെ കാണാം. അപ്പോൾ മഴ വരുന്നതിന് മുമ്പേ പെട്ടെന്ന് വീട്ടിലെത്തണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനിയും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.